साथ में हम पढ़ेंगे हमारी बारे में हम पढ़ेंगे യഹോവ സിയോനിലെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ അപ്പോടെ കൊയ്യും, വിത്ത് ചുമന്നും കടലും വിതച്ചുകൊണ്ട് നടക്കുന്നു, പട്ടണത്തിൽ അങ്ങോട്ട് വരുന്നു. This psalm is a psalm of celebration. ये जो भजन संगीता है ये एक त्योहार की भजन संगीता है. ഈ സങ്കീർത്തനം ഒരു ആഘോഷത്തിന്റെ സങ്കീർത്തനമാണ്. In this psalm, the psalmist is looking back with gratitude. ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ തന്റെ ജീവിതത്തിലെ നന്ദി പ്രകടനമായിട്ടാണ് ഈ സങ്കീർത്തനത്തിൽ എഴുതുന്നത്. And looking forward with faith. തന്റെ ജീവിതത്തിന് മുന്നോടിയായി താൻ വിശ്വാസത്തെ കാണുന്നു. In verse 4, we can understand that it is a psalm for people who have seen God move but are still waiting for Him to move again. നാലാം വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ദൈവത്തെ കണ്ടുകൊണ്ട് മുന്നോട്ട് നടക്കുന്ന ഒരു ജനത്തിന് വേണ്ടിയാണ്. Coming back to verse 1, we can relate this to when King Cyrus allowed the Jews to return to Jerusalem after years of exile. അതിന്റെ ഒന്നാം വചനത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് സൈറസ് രാജാവ് ഇസ്രായേൽ ജനതയെ അവരുടെ സ്വദേശത്തേക്ക് തിരിച്ചു വരുത്തുന്ന ഒരു സന്ദർഭത്തെയാണ് കാണിക്കുന്നത്. For those who had been in Babylon, the journey was like a dream. അവരുടെ ബബിലോണിലായിരുന്ന ആ ഒരു ജനതയ്ക്ക് അവരുടെ മുന്നോട്ടുള്ള യാത്ര ഒരു സ്വപ്നമായിരുന്നു. And in verse 2, we can relate to the moment when the surrounding people saw Israel rebuilding the temple and walls. രണ്ടാം വചനം നമ്മൾ പറയുന്നത് ഇസ്രായേൽ ജനതയുടെ ചുറ്റുപാടിലുള്ള ജനത മറ്റു ജനങ്ങൾ അവർ ആ ഒരു ഇസ്രായേൽ ജനത മതിലുകൾ പണിയുമ്പോൾ അതിനെ നോക്കി കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും. Even their enemies had to say, God has done great things for them. അവരുടെ ശത്രുക്കൾ പോലും അവരെ നോക്കി പറഞ്ഞത് ദൈവം അവർക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്നാണ്. In verse 5 to 6, we can connect with Joseph's life. അഞ്ചാം വാക്യം ആറാം വാക്യം ജോസഫിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. He was betrayed by his brothers, താൻ സ്വന്തം സഹോദരന്മാരാൽ ത്യജിക്കപ്പെട്ടവനായിരുന്നു. sold into slavery, തന്നെ വിറ്റുകളഞ്ഞു, ദാസത്വത്തിൽ തന്നെ വിറ്റുകളഞ്ഞു, and imprisoned. തന്നെ ജയിലടയ്ക്കുവാനിടയായി. Joseph endured years of sowing in tears. യോസഫിന്റെ ജീവിതത്തിൽ താൻ കണ്ണുനീരിൽ വളരെയധികം സമയം ചെലവഴിക്കേണ്ടി വന്നു. But then came the harvest when God elevated him to power. തന്റെ ജീവിതത്തിൽ ഒരു കൊയ്ത്തിന്റെ അവസ്ഥ വന്നപ്പോൾ ദൈവം തന്നെ അധികാരത്തിലേറ്റിയപ്പോൾ Saved many from famine. ദൈവം തന്നെ അധികാരത്തിലേറ്റിയപ്പോൾ പലരെയും ആ ഒരു സമയത്ത് ആ വരുന്ന ആപത്തിൽ നിന്ന് വിടുവിക്കാനിടയായി. And even reconciled him with his family. തന്റെ കുടുംബമായിട്ട് വീണ്ടും കൂട്ടിച്ചേർക്കുകയുണ്ടായി. This is an ending so astonishing it must have left like waking from a dream. തന്റെ ജീവിതത്തിന്റെ ഈ ഒരു അവസാന ഘട്ടം ഒരു സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. Which is said in verse 1. അതാണ് ഒന്നാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നത്. Psalm 126 is not about the one moment in history. ഈ 126 സങ്കീർത്തനം ഇതിഹാസത്തിൽ ചരിത്രത്തിൽ ഒരു ഭാഗമായിട്ട് മാത്രമല്ല, It's a pattern of God's ways. ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ചുള്ള പലവിധമായ കാര്യങ്ങൾ കാണാൻ സാധിക്കും. One, seasons of hardship. അതിന്റെ ഒന്നാമത്തെ ഭാഗം ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കഷ്ടത്തിന്റെ അനുഭവങ്ങൾ. Two, divine intervention and restoration. രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് വെച്ചാൽ ദൈവം നമ്മുടെ കാര്യങ്ങൾ ഇടപെടുന്നു. Three, overflowing joy that testifies to the word. മൂന്നാമത്തെ കാര്യം ഇതാണ്, ആനന്ദത്താൽ സന്തോഷിക്കുന്ന ഒരു ജനത, ദൈവത്തെ കുറിച്ച് ഘോഷിക്കുന്ന ഒരു ജനത. With this, I am ending my message. I thank God for giving me strength to stand up in front of you all. Thank you and God bless you all. ഈ സന്ദേശത്തോടെ ഞാൻ ഇവിടെ നിർത്തുവാൻ എന്റെ വാക്കുകൾ നിർത്തുവാൻ